എന്നെ സംബന്ധിച്ച് എന്തിനാണ് ജീവിക്കുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് വായിക്കുക എന്നുള്ളത്. നിരൂപകൻ ആരുടെ മുകളിലല്ല, നിരൂപകൻ സ്രഷ്ടാവാണ്. തച്ചുടയ്ക്കുന്ന ആളെ ഒരു കൊട്ടുപടിയുമായി രാവിലെ പ്രവേശിച്ച് ഉടച്ചു കളയുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ സംഹാരോദ്യുക്തനോ ഒന്നുമല്ല. എഴുത്തുകാരൻ തൊഴിലാളി വർഗത്തെക്കുറിച്ച് എഴുതണം, വിപ്ലവത്തെക്കുറിച്ച് എഴുതണം. എഴുത്തുകാരൻ ഏത് ചേരിയില്ലെന്ന ചോദ്യം ചോദിച്ചു. ദുഷ്ടനായ മുതലാളി, ശിഷ്ടനായ തൊഴിലാളി. ഈ ഇക്വേഷൻ പല രൂപങ്ങളിൽ സാഹിത്യത്തിൽ ആവർത്തിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിന് ആവശ്യത്തിന് സാഹിത്യത്തെ ഉപയോഗിക്കുന്നതിലേക്ക് പുരോഗമന സാഹിത്യ സംഘം അധപ്പതിക്കുന്നു. മലയാളത്തിലെ പുതിയ നോവലുകൾ വായിച്ചാൽ ആരെങ്കിലും വന്ന് നിന്നെ ഒന്ന് സിനിമയാക്കണേ എന്നുള്ള ഒരു നിലവിളി കേൾക്കാം. ഒരു വിൽപ്പന സമൂഹത്തിന് തൻ്റെ ചരക്കിനെ വിൽക്കാൻ വയ്ക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് എഴുത്തുകാരാണ്, പ്രസാധകരല്ല. നമ്മുടെ മാനസികമായ വളർച്ചയെ സഹായിക്കുന്ന നല്ല ഭക്ഷണമാണ് ലിറ്റററി ഫിക്ഷൻ. ആരെങ്കിലും എഴുതിയ 10 ലേഖനം കുത്തിക്കെട്ടി എഡിറ്ററിന് പേര് വയ്ക്കൽ എഡിറ്റിങ്ങല്ല. ഇനി എന്താണ് PK-യുടെ തയ്യാറെടുപ്പ്? ഏതിലേക്കുള്ളതാണ് ആ നോട്ടം? ഇനിയിപ്പം മരിക്കാനാണ് തയ്യാറെടുക്കേണ്ടത്. ശരിക്ക് ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇനി സമയമില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ദുഃഖം എന്ന് പറഞ്ഞങ്ങ് മരിച്ചുപോയി. വളരെ കുറച്ച് സമയമാണല്ലോ പടച്ചോനെ അനുവദിച്ചിട്ടുള്ളത്. വൈജ്ഞാനിക വൈവിധ്യം കൊണ്ടും വായനാ പ്രപഞ്ചത്തിൻ്റെ വൈപുല്യം കൊണ്ടും നിരീക്ഷണങ്ങളിലെ മൗലികത കൊണ്ടും മലയാള നിരൂപണത്തെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ചിന്താജീവിതമാണ് PK രാജശേഖരൻ്റേത്. വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഭാവുകത്വത്തെക്കുറിച്ചുമുള്ള ഈ സംഭാഷണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഒരുപാട് വ്യത്യസ്തമായ വായനകളുണ്ട്. പല പദവികളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ 1ാം ക്ലാസ് മുതലേ ശീലിച്ചു വരുന്ന വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വായനകൾ. 90% വായനയും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 10%-മോ അതിൽ കുറവായിരിക്കാം ഫിക്ഷൻ, മറ്റു കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. ശരിക്കും ഒരു ജീവിതത്തിലെ ഉറക്കമൊഴിച്ച് ബാക്കിയുള്ള കൂടുതൽ സമയവും വായിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങളുമായിട്ടുള്ള വിനിമയമുള്ള ഒരാളാണ് PKR. എന്തിനാണ് ഒരാൾ സാഹിത്യം വായിക്കുന്നത്? എന്നെ സംബന്ധിച്ച് എന്തിനാണ് ജീവിക്കുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് വായിക്കുക എന്നുള്ളത്. അത് സാഹിത്യം മാത്രമല്ല, സാഹിത്യേതരമായ വായനകളും അതിൻ്റെ ഭാഗമാണ് ഈ വായനയുടെ. അതേസമയം പരമപ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നത് സാഹിത്യം വായിക്കുന്നതിന്. അപ്പോഴാണ് ജോബിഷ് പറഞ്ഞ ആ ചോദ്യം ഉയർന്നു വരുന്നത്, എന്തിനാണ് നാം സാഹിത്യം വായിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നത് മനുഷ്യവംശത്തെ സംബന്ധിച്ച്, മനുഷ്യവംശത്തിൻ്റെ അസ്തിത്വത്തിൽ അതിൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഭൗതികേതരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാഹിത്യമാണ്. മറ്റ് ഘടകങ്ങൾ, ഭൗതികേതരമായ ഘടകങ്ങളുണ്ടാവാം, മതം പോലുള്ള, പ്രത്യയശാസ്ത്രങ്ങൾ പോലുള്ള, വിശ്വാസങ്ങൾ പോലുള്ളവ ഉണ്ടാവാം. എനിക്ക് അതിനേക്കാൾ മുകളിൽ തോന്നിയിട്ടുള്ളത് സാഹിത്യത്തെയാണ്. സാഹിത്യം നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി തീർക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റു മനുഷ്യരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തെ എന്ന പോലെ ലോകത്തെ വ്യാഖ്യാനിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഭാവനാസൃഷ്ടി ആയിരിക്കവേ തന്നെ ഏറ്റവും യഥാർത്ഥമായ ജീവിതത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും വ്യാഖ്യാനിക്കാനും പുതിയ കാഴ്ചകളിലേക്ക് നമ്മെ വഴി നടത്താനും, അങ്ങനെ നമ്മുടെ ദർശനത്തെ ആകെ, നമ്മുടെ ജീവിത വീക്ഷണത്തെ ആകെ മാറ്റി നമ്മെ പരിവർത്തിപ്പിക്കാനും സാഹിത്യത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ സാഹിത്യം വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. വേറെ നിലയിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ പ്രകാശം നിറയ്ക്കുന്നതാണ് പുസ്തകങ്ങൾ എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു വായനക്കാരനിൽ തുടങ്ങി അവിടെ അടയിരിക്കാതെ ഒരു നിരൂപണത്തിലേക്ക് അല്ലെങ്കിൽ എഴുത്തിലേക്ക് വളർന്ന ഒരാളാണ് PK രാജശേഖരൻ. അതായത് ഈ പുസ്തകങ്ങൾക്കും വായനയ്ക്കുമിടയിൽ എന്താണ് ഒരു നിരൂപകൻ്റെ സ്ഥാനം? ഒരു വായനക്കാരനിൽ നിന്ന് നിരൂപകരിലേക്ക് മാറി ജീവിക്കണം എന്നാലോചിച്ച്, അല്ലെങ്കിൽ അതും കൂടി ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്താണ് ഒരു നിരൂപകൻ്റെ റോൾ ഇതിനിടയിൽ? വളരെ വലിയൊരു സംവാദത്തിന് വഴി തുറക്കുന്നൊരു ചോദ്യമാണ് ജോബിഷ് ചോദിക്കുന്നത്. എന്താണ് സാഹിത്യ നിരൂപകൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ പ്രശ്നം. സാഹിത്യ നിരൂപകൻ ഒരു സാധാരണ വായനക്കാരനെ പോലെ തന്നെയല്ലേ ആണ്. സാഹിത്യ നിരൂപകൻ ഒരു വിശേഷ വായനക്കാരനാണ് എന്നാണ് ഞാൻ പറയുക. സാഹിത്യത്തെ മറ്റുള്ളവർ, സാധാരണ വായനക്കാർ, അതായത് ആസ്വാദനം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം വായിക്കുന്ന, ഒരു പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് വീണ്ടും വായിക്കുന്ന വായനക്കാർ. ഒരു സാധാരണ വായനക്കാർ എന്ന് പറയുമ്പോൾ അവരെന്തോ മോശം ആളുകളെന്നോ ഒന്നുമല്ല അർത്ഥത്തിലല്ല. അതിൽ നിന്ന്, ആ വായനയിൽ നിന്ന് വ്യത്യസ്തം ഒരു വിശേഷ തരത്തിലുള്ള ഒരു വായന, അതായത് സവിശേഷമായൊരു വായന നടത്തലാണ് സാഹിത്യ നിരൂപകൻ ചെയ്യുന്നത്. സാഹിത്യ നിരൂപകൻ്റെ വായനയിൽ വ്യാഖ്യാനത്തിൻ്റെ അംശമുണ്ട്, വിലയിരുത്തലിൻ്റെ അംശമുണ്ട്.
വ്യാഖ്യാനവും വിലയിരുത്തലും ചേർന്ന, വിശദീകരണവും ചേർന്ന 3 വാകൾ എന്ന് പറയാം. വ്യാഖ്യാനം, വിശദീകരണം, വിലയിരുത്തൽ എന്നീ 3 വകാരങ്ങൾ ചേർന്ന ഒരു വിശേഷ വായനയാണ് സാഹിത്യ നിരൂപണം. ഒരു സാഹിത്യ നിരൂപകൻ ചെയ്യുന്നത് അയാൾ വായിക്കുന്ന കൃതിയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ അർത്ഥാന്തരങ്ങൾ വിശദീകരിച്ച് പുതിയൊരു വിനിമയം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഈ സാഹിത്യത്തിൻ്റെ ചില സവിശേഷമായ ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ആളുകൾ ചിലപ്പോൾ ചോദിച്ചെന്ന് പറയും, എന്താണ് ഈ മൂല്യം? അങ്ങനെ ഒരു സവിശേഷമായ മൂല്യം ഉണ്ടോ? എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് പറയുന്നവർ, എല്ലാ കൃതികളും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ കാളിദാസൻ്റെ ശാകുന്തളത്തെ ഒരു സാധാരണ തട്ടുപൊളിപ്പൻ നാടകമായിട്ട് നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യുക, തുല്യമാണെന്ന് പറയുകയില്ല. എന്താണ് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയ്ക്ക് ഒരു സാധാരണ കവിതയേക്കാൾ പ്രാധാന്യമുള്ളത്? അപ്പം ചില കൃതികൾ വളരെ മെച്ചപ്പെട്ടതും ഉയർന്നു നിൽക്കുന്നതുമാണ് എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? അവിടെയാണ് സാഹിത്യ നിരൂപകൻ്റെ പങ്ക്. ഇത്തരം പല കൃതികളും മഹത്തായവയാണെന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളും അല്ലെങ്കിൽ മനുഷ്യവംശത്തെ അല്ലെങ്കിൽ ആ വായിക്കുന്ന ആ ഭാഷാ സമൂഹത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കുന്നത് അതിൻ്റെ സാംസ്കാരിക ബോധത്തിൽ നിർണായകമായ പങ്കുള്ളതുമാണ് എന്ന ബോധത്തിൽ ആളുകൾ എത്തിയത് ഈ സാഹിത്യ നിരൂപണ വായനകളിൽ കൂടി ആണ്. അതൊരു വലിയ പ്രാധാന്യമാണ്. അതാണ് നിരൂപകൻ ചെയ്യുന്ന സാഹിത്യ ധർമ്മം. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് ചോദിക്കാനുള്ളത്, അപ്പോൾ എഴുത്തുകാരൻ ഫിക്ഷൻ എഴുതുന്ന ആളേക്കാൾ വലുപ്പമുള്ള ആളാണോ യഥാർത്ഥത്തിൽ ഈ നിരൂപകൻ എന്ന് ചോദിച്ചാൽ? കാരണം നമ്മൾ മുണ്ടശ്ശേരി, മാരാർ, കേസരി, KP അപ്പൻ, MN വിജയൻ മാഷെ, അങ്ങനെ അവർ വായിച്ചത് കൊണ്ട് കൂടിയാണ് നമ്മൾ അവരെ ആശ്രയിച്ച ആ കൃതികളെ കുറച്ചുകൂടി ഉൾക്കാഴ്ച ആ കൃതികൾ നമുക്ക് നൽകിയത്. അപ്പോൾ അവരേറ്റവും മികച്ചത് എന്ന് പറഞ്ഞതിനെ ആണ് ഒരുപക്ഷെ ക്ലാസിക് എന്ന് നമ്മൾ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ നിരൂപകൻ യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ്റെ മുകളിലുള്ള പടവിലാണ് ഇരിക്കുന്നത്. ആർക്കും ആരുടെയും മുകളിലല്ലല്ലോ. അങ്ങനെ മുകളിലാണെങ്കിൽ ദൈവമായി പോകും. അപ്പോൾ സാഹിത്യ നിരൂപകൻ എന്തായാലും എഴുത്തുകാരൻ്റെ മുകളിലോ താഴെയോ ഉള്ള ഒരാളല്ല. എഴുത്തുകാരും, അതായത് നമ്മൾ സർഗാത്മക രചയിതാക്കൾ എന്ന് പറയുന്ന ആളുകളും സാഹിത്യ നിരൂപകരും സമശീർഷരായി തുല്യമായി തന്നെയാണ് സാഹിത്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു കാലത്തെ നിരൂപകർ അന്നത്തെ അവരുടെ വായനാരീതികൾ അനുസരിച്ച് ഘോഷിച്ച് മെച്ചപ്പെട്ടവയെന്ന് പറഞ്ഞത് അടുത്ത തലമുറകൾക്കോ കുറേ കാലത്തിന് ശേഷമോ വരുന്നവർക്ക് അത്രയും മികച്ച കൃതികളാകണം എന്നില്ല. പഴയ തലമുറയിൽപ്പെട്ട കൃതികൾ നിരൂപകർ മികച്ചതാണെന്ന് പറഞ്ഞ് എത്രയോ കൃതികൾ ഇന്ന് നമ്മൾ മികച്ചതല്ല എന്ന് പറയുന്നത് മാറി മാറി വരുന്ന അഭിരുചികളുടെയും ചരിത്ര സാഹചര്യങ്ങളുടെയും സാഹിത്യ സങ്കല്പങ്ങളുടെയും വെളിച്ചത്തിൽ അത് മാറി വരും. അപ്പോൾ സാഹിത്യ നിരൂപകൻ ചെയ്യുന്നത് ഒരു കൃതിയെ അതുണ്ടാകുന്ന കാലത്തിൽ, ഒരു കൃതിയെ ആ ഉണ്ടാകുന്ന കാലത്തിലെ മറ്റ് കൃതികളിൽ നിന്ന് വ്യത്യസ്തമായ അതിൻ്റെ മൂല്യം എന്താണെന്ന് പറയുന്നു. ഇതുവരെയുള്ള സാഹിത്യ ചരിത്രത്തെ അതെങ്ങനെ മാറ്റുന്നു, അത് നമ്മുടെ നിലവിലുള്ള ചരിത്രത്തെയും സമൂഹത്തെയും എങ്ങനെ ഉൾക്കൊണ്ടു, അങ്ങനെയുള്ള അനേകം ഘടകങ്ങൾ വിവിധങ്ങളായ രീതിശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും സ്ഥാനപ്പെടുത്തുകയുമാണ് നിരൂപകൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിരൂപകൻ ആരുടെ മുകളിലല്ല. നിരൂപകൻ സ്രഷ്ടാവാണ്. തച്ചുടയ്ക്കുന്ന ആളെ ഒരു കൊട്ടുപടിയുമായി രാവിലെ പ്രവേശിച്ച് കൃതികളെയൊക്കെ ഉടച്ചു കളയുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ സംഹാരോദ്യുക്തനോ ഒന്നുമല്ല. എങ്കിലും നിരൂപകന് കൃത്യമായ റോള് മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഇന്നിപ്പോൾ നോക്കിയാൽ, അതായത് നേരത്തെ ഒരു അധ്യാപകനെ പോലെ കൃത്യമായിട്ട് ശരി ഏത് തെറ്റേത് എന്ന് പറഞ്ഞു തരാൻ ഒരു ജഡ്ജിങ് പോയിന്റിൽ കയറിയിരുന്ന ഒരു നിരൂപകനുണ്ടായിരുന്നു. പുതിയ കാലത്ത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അഭിരുചി എന്ന കാര്യം പറഞ്ഞു. അതായത് നമ്മൾ പൾപ്പ് ഫിക്ഷൻ വ്യാപകമായി പ്രചാരം നേടിയ ഒരു കാലത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അത് നിരൂപകൻ്റെ അഭാവമാണോ? അതായത് പഴയ രീതിയിലുള്ള കൃഷ്ണൻ നായരെ പോലെ ഒക്കെ അത് കൃത്യമായിട്ട് ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് വഴിതിരിച്ച് അല്ലെങ്കിൽ വേർതിരിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആൾ ഇന്ന് നിശബ്ദനാണ്. അത് നിശബ്ദതയുടെ പ്രശ്നമല്ല. സ്വാഭാവികമായിട്ടും ഓരോ കാലത്തിനും അതിൻ്റെ വളരെ ഗൗരവമേറിയ ലിറ്റററി ഫിക്ഷൻ എന്ന് പറയാവുന്ന ഗൗരവമുള്ള സാഹിത്യത്തിൻ്റെ സമാന്തരമായി തന്നെ താരതമ്യേന ലഘുവായ ലളിതമായ സാഹിത്യകൃതികൾ പ്രചരിക്കാറുണ്ട്. അതായത് അനായാസ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്, നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമ്മളെ സന്തോഷിപ്പിക്കുക മാത്രം ചെയ്ത്, അതായത് കൃത്യമായി പറഞ്ഞാൽ കേവലമായ താൽക്കാലികമായ ക്ഷണികാനുഭൂതികൾ മാത്രം തരുന്ന സാഹിത്യകൃതികൾ എല്ലാ കാലവും ഉണ്ടാകാറുണ്ട്. അവയാണ് ലോകത്തെ എല്ലാ ഭാഷകളിലും കൂടുതൽ വിൽക്കുന്നത്, കൂടുതൽ ആളുകൾ വായിക്കുന്നത്. എന്നാൽ അവ മൂല്യവത്തായി നമ്മൾ കണക്കാക്കാറേയില്ല. അത്തരം എഴുത്തുകാരോ വലിയ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളായി നമ്മൾ ഒരിക്കലും കണക്കാക്കാറില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അതിനൊരു ആദർശവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാണ്. നേരത്തെ OV വിജയനെയും ഒരു സുധാകർ മംഗളോദയത്തെയും നമ്മൾ ഒരു വേദിയിലിരുത്തില്ല.
ഇപ്പോൾ അത് സംഭവിച്ചെന്ന് വരാം. അത് കാലം മാറുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളത്തിലെ പുസ്തക പ്രസാധന രംഗത്ത് വലിയ തോതിൽ ജനപ്രിയ സാഹിത്യത്തിൻ്റെ വളർച്ചയുണ്ട്. ആ ജനപ്രിയ സാഹിത്യം പുതിയ തലമുറയെ ആകർഷിക്കുന്ന ജനപ്രിയ സാഹിത്യമാണ്. ഇത് ഇംഗ്ലീഷിൽ നേരത്തെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഉണ്ടായതാണ്. 2013 ചേതൻ ഭഗത് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വളരെ ലളിതമായ ഇംഗ്ലീഷിൽ ചെറുപ്പക്കാരുടെ കഥകൾ എഴുതി വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരുപാട് നോവലുകൾ എഴുതി. അങ്ങനെ ഒരു ചേതൻ ഭഗത് ഉണ്ടാക്കിയ ഒരു പുതിയ തരംഗം, പുതിയ പ്രൊഫഷണലായ നഗരകേന്ദ്രിതരായ IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അർബൻ യൂത്തിനെ ലക്ഷ്യമാക്കിയുള്ള ചേതൻ ഭഗത്തിൻ്റെ സാഹിത്യം 2013 മുതൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ഇഫക്റ്റിൻ്റെ കൂടി ഭാഗമാണ് ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ എഴുതുന്ന പുതിയ പൈങ്കിളി, നവപൈങ്കിളി എന്ന് വിളിക്കാവുന്ന സാഹിത്യം. അതാണ് ഇപ്പോൾ ഒരുപാട് കോപ്പികൾ എല്ലാത്തിനെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അത് വിഴുങ്ങുന്നു എന്ന് പറയുന്ന സങ്കല്പത്തോട് ഞാൻ ചേരുന്നില്ല. അത് ഇത് കൃത്യം 50 കൊല്ലം മുമ്പ് കേരളത്തിൽ ഈ പ്രതിഭാസം ഉണ്ടായതാണ്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയല്ലോ, അപ്പോൾ അതിനെങ്ങനെ കാണുന്നു? അത് യങ് റൈറ്റേഴ്സിനുള്ളൊരു അവാർഡല്ലേ. അത് അഖിൽ പി ധർമ്മജന് കിട്ടിയല്ല. അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ അവാർഡൊക്കെ നിശ്ചയിക്കുന്നത് അത് നിശ്ചയിക്കുന്ന ജഡ്ജിമാരുടെ അഭിരുചിയുടെ പ്രശ്നമാണ്. അതെന്തൊക്കെ വിവാദമൊക്കെ ഉണ്ടായില്ല, അതിലൊക്കെ നമുക്ക് കിടക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞ 50 കൊല്ലം മുമ്പ് 1950, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മളൊരു പുതിയ ജനതയായിത്തീരുന്ന ഐക്യ കേരളം വരാനിരിക്കുന്ന ആ സമയത്ത് മലയാളത്തിൽ പൈങ്കിളി തരംഗം തുടങ്ങിയത്. നമ്മൾ പൈങ്കിളി എന്ന വാക്ക് തന്നെ അന്ന് മുതൽ വരുന്നതാണ്. മുട്ടത്തോർക്കി എഴുതിയ നോവലുകൾ അത് ഉണ്ടായ ഒരു സവിശേഷ സാഹചര്യത്തിലാണ്. ആ സാഹചര്യം മനസ്സിലാക്കിയാലേ ഇതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മലയാളികളെ സാക്ഷരരാക്കിയിരുന്നു. അത് സാക്ഷരരാക്കിയില്ല, അതിനൊരു ചരിത്ര സാഹചര്യമുണ്ട്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യം തകഴിയും ബഷീറും ഒക്കെ പ്രതിനിധാനം ചെയ്ത റിയലിസ്റ്റ് ലിറ്ററേച്ചറാണ്. സാമാന്യ മനുഷ്യൻ്റെ ജീവിതം ആവിഷ്കരിച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു സാഹിത്യമായിരുന്നു. അത് സ്റ്റൈലാവാൻ തുടങ്ങി 50കളായത്. അത് 40കളിലെ തരംഗമായിരുന്നു. ആ സമയത്ത് ഒരു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഇങ്ങനെ ആഞ്ഞടിച്ച് കയറി 40കളുടെ മധ്യത്തോടുകൂടി വന്നു. അതായത് എഴുത്തുകാരൻ തൊഴിലാളി വർഗത്തെക്കുറിച്ച് എഴുതണം, വിപ്ലവത്തെക്കുറിച്ച് എഴുതണം, എഴുത്തുകാരൻ ഏത് ചേരിയില്ലെന്ന ചോദ്യം ചോദിച്ചു. അപ്പോൾ ഒരു ഫോർമുല രൂപപ്പെടുകയാണ്. എന്നാൽ വിപ്ലവാത്മക സാഹിത്യം ദുഷ്ടനായ മുതലാളി, ശിഷ്ടനായ തൊഴിലാളി, ഈ ഇക്വേഷൻ പല രൂപങ്ങളിൽ സാഹിത്യത്തിൽ ആവർത്തിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആവശ്യത്തിന് സാഹിത്യത്തെ ഉപയോഗിക്കുന്നതിലേക്ക് പുരോഗമന സാഹിത്യം ചെന്ന് അധപ്പതിക്കുന്നു. അപ്പോൾ റിയലിസം എഴുതിയതും തൊഴിലാളി വർഗത്തിൻ്റെ കഥയാണ്, പുരോഗമന സാഹിത്യം എഴുതിയതും അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുള്ള തൊഴിലാളി വർഗ കഥ. ഇത് മടുത്ത് MT വാസുദേവൻ നായരെ പോലെ, T പത്മനാഭനെ പോലെ, മാധവിക്കുട്ടിയെ പോലെ ചെറുപ്പക്കാരായ എഴുത്തുകാർ ആളുകളുടെ, പ്രത്യേകിച്ചും യുവാക്കളുടെ വൈയക്തിക ലോകങ്ങളെയും വൈകാരിക ലോകങ്ങളെയും പുതിയൊരു ഭാഷയിൽ എഴുതാൻ തുടങ്ങി. അന്ന് ആൾക്ക് മനസ്സിലായില്ല, റിയലിസത്തിൻ്റെ പരത്തിപ്പറഞ്ഞ വിവരണാത്മകമായ ഭാഷയ്ക്ക് പകരം വളരെ വൈകാരികമായ മെറ്റഫോറിക്കലായ വെട്ടിച്ചുരുക്കി ഒതുക്കിയ ഒരു പുതിയ ഭാഷ ലിറ്ററേച്ചർ വന്നു. അപ്പോൾ പുതിയ വായനക്കാരാകെ പരിഭ്രമിച്ചു. ഇത് ഏതിലേക്കാണ് നിൽക്കേണ്ടത്? പഴയതവർക്ക് മടുത്തു. ഈ പുതിയ ആവിഷ്കാരം അങ്ങോട്ട് പൂർണ്ണമായി മനസ്സിലാക്കി. ആ സമയത്താണ് ഇത് രണ്ടും ലയിപ്പിച്ചുകൊണ്ട്, അതായത് സാമാന്യ മനുഷ്യൻ്റെ ജീവിതവും ഈ വൈകാരിക ലോകവും ലയിപ്പിച്ചുകൊണ്ട് മുട്ടത്തുറക്കിയ പോലുള്ള ആളുകൾ അതുവരെയും സാഹിത്യത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടാതിരുന്ന ഹൈ റേഞ്ച് പ്രദേശങ്ങൾ, അവിടത്തുള്ള ജീവിതം വെച്ചുകൊണ്ട് വളരെ സർവ്വസാധാരണമായ കഥകൾ എഴുതുന്നു. മലയാളത്തിൽ വീക്കിലികൾ വരും. വീക്കിലികൾക്ക് വൻതോതിൽ പ്രചാരണം ഉണ്ടാകും. ഇവ ഒരു പൈങ്കിളി സാഹിത്യം, അത് ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഒപ്പം ക്രൈം ലിറ്ററേച്ചർ വളരാൻ തുടങ്ങുന്നു. നീലകണ്ഠൻ പരമാര, കോട്ടയം പുഷ്പനാഥൻ, ഒരു വലിയ പൈങ്കിളി ജനപ്രിയ സാഹിത്യ കമ്പോളം 50കളുടെ മധ്യത്തിൽ രൂപപ്പെട്ടു. കൃത്യം 50 കൊല്ലം തികഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിലൊരു പുതിയ ജനറേഷൻ യുവാക്കളാണ് നമ്മുടെ ജനസംഖ്യയിലെയും വായനാ സമൂഹത്തിലെയും പ്രാധാന്യമുണ്ട്. അവർ ഈ പാരമ്പര്യത്തിൻ്റെ ഇതൊന്നും അവർക്ക് വായിക്കാം. വലിയൊരു സാഹിത്യ പരിവർത്തനം നടക്കുകയാണ്. വളരെ പോസ്റ്റ് മോഡേണായ എക്സ്പെരിമെൻ്റ് ഒരു വശത്ത്, പഴയ മോഡേണിസ്റ്റുകൾ സ്റ്റൈലായി തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് രണ്ടും പറ്റാതെ ഒരു പുതിയ വൈകാരിക അനുഭൂതി, ഈ കാലത്തെ ചെറുപ്പക്കാരുടെ കേവലമായ വൈകാരിക അനുഭൂതികൾ നിൽക്കുകയും ജീവിതത്തെക്കുറിച്ച് ദാർശനികമോ രാഷ്ട്രീയമോ ആയ വലിയ ചോദ്യങ്ങളൊന്നും വെച്ചാൽ സാഹിത്യം ചോദിക്കുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ചോദ്യം. അതായത് നമുക്ക് ചിന്താപരമായ വേറെ തരത്തിലുള്ള അനുഭൂതി ഉണ്ടാക്കുന്നതായിരിക്കണം എങ്ങനെയാണ്? അതായത് ഏറ്റവും പുതിയ കാലത്ത് ഒരു PG കഴിഞ്ഞ ഒരു മലയാളം ഇംഗ്ലീഷ് കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചാലും ഇതേ ജനപ്രിയതയുടെ പിന്നാലെയാണ് അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഒരു കൃതിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഉന്നതം എന്ന് വിളിക്കാമെന്നറിയില്ല, ഒരു മികച്ചത് എന്ന് വിളിക്കാവുന്ന ആ സാഹിത്യത്തെയും ഇതിനെയും വേർതിരിച്ച് കാണാനുള്ള ടൂൾ എന്താണ്? അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണ് ഒരു വായനയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ,
അവരേറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ലെയ്സ് എന്ന് പറഞ്ഞ ഒരു കവറിലടച്ച ഒരു വറുത്ത പലഹാരമാണ്. അത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ഒക്കെ വറുത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് തരുന്നത്. കുട്ടികളോട് ഇത് കഴിക്കരുത്, ഇത് ജങ്ക് ഫുഡാണ് എന്ന് എത്ര അച്ഛനമ്മമാർ പറഞ്ഞാലും കുട്ടികളത് കഴിക്കും. കുട്ടികൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ? മധുരാനുഭൂതി തരുന്ന ഐസ്ക്രീമാണ്. പക്ഷേ അത് പോഷകങ്ങൾ തരുന്നില്ല. അതുകൊണ്ട് കുട്ടിക്ക് ഐസ്ക്രീമാണ് ഇഷ്ടമുള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ? പോഷകങ്ങളുള്ള, ജീവകങ്ങളുള്ള നല്ല ആഹാരം ചെല്ലണം. അത് മാത്രമേ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ സഹായിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ മാനസികമായ വളർച്ചയെ സഹായിക്കുന്ന നല്ല ഭക്ഷണമാണ് ലിറ്റററി ഫിക്ഷൻ. ഫിക്ഷൻ മാത്രമല്ല, ലിറ്റററി എന്ന സാഹിത്യത എന്ന സാഹിത്യമൂല്യം എന്ന ക്വാളിറ്റിയുള്ള സാഹിത്യം. അതില്ലാതെ നമ്മുടെ കേവലമായ ആനന്ദം, അനുഭൂതി, അപ്പോഴുള്ള വൈകാരികമായ ക്ഷോഭങ്ങൾ, സന്തോഷം, അതിനൊക്കെ തൃപ്തിപ്പെടുത്തുന്ന, അപ്പോഴുള്ള വൈകാരിക സംതൃപ്തി മാത്രം തരുന്ന സാഹിത്യമാണ് ഈ പൈങ്കിളിയായിട്ട് പുതിയ നവപൈങ്കിളി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ നവപൈങ്കിളി സാഹിത്യം. ഈ സാഹിത്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും വളർച്ച നേടുന്നുണ്ടോ? തൽക്കാലത്തേക്കുള്ള വായനയ്ക്ക്, ഒരു അനായാസ വായനയ്ക്ക്, ഞായറാഴ്ച ഒരുപാട് ജോലിയൊക്കെ ചെയ്തിരുന്നു ക്ഷീണമൊന്ന് മാറാനായിട്ട് ഒരു ക്രൈം നോവൽ വായിച്ചു. അത് ആനന്ദം, നമ്മുടെ ഉള്ളിലുള്ള ചില ആകാംക്ഷകളെ അത് പൂരിപ്പിക്കും. അതിനപ്പുറമുള്ള ഒരു ധർമ്മം അത് ചെയ്യുന്നില്ല. നമ്മളൊരു പോപ്പുലർ സിനിമ കാണുന്നില്ലേ, അത്രയേ ഉള്ളൂ. അതിനൊരു കലാമൂല്യമുള്ള സിനിമയായിട്ട് നമ്മൾ ഇതിപ്പോൾ ഇത് പിന്നെ പി കെ നേരത്തെ പറഞ്ഞിരുന്നു, കൊറോണയ്ക്ക് ശേഷം ഒരു ക്ഷുദ്ര സാഹിത്യം ഒരു പ്രളയം പോലെ വന്ന് നിറയുകയാണ്. സ്വാഭാവികമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് ആരാണ് നമ്മെ പിടിച്ചത്? ഇത് ദുരന്തമല്ല. അപ്പോൾ അത് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഗൗരവമുള്ളൊരു ചോദ്യം അത് ചോദിക്കുന്നില്ല. പിന്നെ അത് എഴുതുന്ന ആളുകളൊന്നും തന്നെ ഞങ്ങൾ ആ ചോദ്യം ഒന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഞങ്ങളത് കേവലം അഖിൽ പി ധർമ്മജൻ എനിക്ക് ഇഷ്ടമായി. കാരണം ഇതൊരു സാധാരണ സിനിമ കാണാൻ കയറുന്ന പോലെ നിങ്ങളത് വായിച്ചാൽ മതി, എൻ്റെ പേര് തർക്കിക്കൊന്നും വേണ്ട എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അപ്പോൾ ആ സത്യസന്ധതയിൽ വായനക്കാരെ എടുക്കണമായിരുന്നു. നമ്മൾ അതിനെ അങ്ങനെ കാണാതെ ഇതൊരു വലിയ ദാർശനിക സാഹിത്യ പ്രശ്നമാക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് വിവാദമൊക്കെ ഉണ്ടായത്. അപ്പോൾ പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്കൊരു കുറച്ച് കഴിയുമ്പോൾ ഇത് അവസാനിച്ചുകൊള്ളും. എന്നാൽ അടുത്ത ജനറേഷന് ഈ പൈങ്കിളി ആവശ്യമില്ല. അടുത്ത ജനറേഷൻ്റെ ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന ഈ ജനറേഷൻ കഴിഞ്ഞ് വരാനിരിക്കുന്ന ജനറേഷൻ്റെ വൈകാരികതകളും അവരുടെ സ്വപ്നലോകങ്ങളും വേറെയാണ്. പക്ഷേ ഇത് വായനക്കാരെ പോലെ തന്നെ എഴുത്തുകാരെയും മാറ്റുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ നോവൽ ഈ ഇതിലേക്ക് എത്തിയല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോജ് കുറൂർ ഒരു FB പോസ്റ്റ് ഇട്ടിരുന്നു. മലയാളത്തിൽ നോവൽ എഴുതുന്ന ആളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം ഇത് സിനിമയായി കാണണമേ എന്നാണ്. എന്ന നിലയിൽ അവർ നോവൽ എന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ സിനിമയാണ്. അങ്ങനെ അതായത് വായനക്കാരെ മാത്രമല്ല എഴുത്തുകാരെയും ഈ നിലയിലുള്ള ഒരു സെലിബ്രേഷനകത്താണ് ഒരു എഴുത്തുകാരൻ്റെ അസ്തിത്വം എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അവരുടെ ഉള്ളടക്കം മാറിക്കഴിഞ്ഞു. അത് പ്രസാധകർ ഇടപെടുന്ന, അത് കമ്പോളം ഇടപെടുന്നതാണ്. കമ്പോളം അതിന് വഴക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എഴുത്തുകാരെ. കാരണം കമ്പോളത്തിന് വലിയ വ്യാപാര ലക്ഷ്യമുണ്ട്, ലാഭലക്ഷ്യമുണ്ട്. അപ്പോൾ എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അനേകായിരം കോപ്പി വിൽക്കുന്നത് ഏത് പ്രസാധകൻ്റെയും സ്വപ്നമാണ്. അങ്ങനെ ഉള്ളൊരു ഒരു വിൽപ്പന സമൂഹത്തിന് തൻ്റെ ചരക്കിനെ വയ്ക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് എഴുത്തുകാരാണ്, പ്രസാധകരല്ല. എഴുത്തുകാരൻ്റെ ധാർമ്മികമായ നിലപാടിൻ്റെ, അയാളുടെ എത്തിക്സിൻ്റെ പ്രശ്നമാണ്. ഈ ധാർമ്മികതയുണ്ടല്ലോ, ആ ധാർമ്മികത കൈമോശം പെടുമ്പോൾ എഴുത്തുകാരൻ വ്യക്തി എന്നുള്ളതിൽ എഴുത്തുകാരൻ മാത്രമല്ല മോശമാകുന്നത്, സാഹിത്യവും സംസ്കാരവും നമ്മുടെ ജീവിതവും സമൂഹവും എല്ലാം മോശമായത്. ഇതിൻ്റെ ധാർമ്മികതയുടെ വലിയൊരു പ്രശ്നമുണ്ട്. അതൊരു വശം. രണ്ടാമത്, ഞാൻ കുറച്ച് കാലം മുമ്പേ തന്നെ ഇങ്ങനെ പറയുകയും പല വീഡിയോകളിലൊക്കെ കാണാം, മലയാളത്തിലെ പുതിയ നോവലുകൾ വായിച്ചാൽ ആരെങ്കിലും വന്ന് നിന്നെ ഒന്ന് സിനിമയാക്കണേ എന്നുള്ള ഒരു നിലവിളി കേൾക്കാം. കാരണം ഒരു തിരക്കഥ പോലെ അത് എഴുതി വയ്ക്കുന്നു. എങ്ങനെയെങ്കിലും സിനിമയായാൽ അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടല്ലോ. ഒരു സിനിമ തിരക്കഥയാക്കി അതിൽ നിന്ന് ഒരുപാട് പണം കിട്ടി അങ്ങനെ രക്ഷപ്പെടാം. അതല്ലാതെ അതിന് വലിയ ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെയുള്ള സാഹിത്യമൊന്നും നിലനിൽക്കാനും പോകുന്നില്ല. അത് സാഹിത്യമാണെന്നൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. അതിന് കേവലമായ വിനോദ മൂല്യം കൊടുത്താൽ മതി. ഒരു വിനോദോപാധിയായിട്ട് നമ്മളിങ്ങനെ കളിക്കുകയും രസിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ഈ ടെലിവിഷനിലൊക്കെ നമ്മൾ ഈ കോമഡി രംഗങ്ങൾ മാത്രം കാണിക്കില്ലേ, നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചോ സാഹിത്യ ഭംഗിയോ സറ്റയറിക്കൽ മൂല്യമോ ഒന്നുമല്ല നമ്മൾ പരിശോധിക്കുന്നത്. മറിച്ച് ആ സന്ദർഭത്തിലെ ആഹ്ലാദം തരുന്ന ഒരു സംഗതിയായി മാത്രം നമ്മളതിനെ എടുക്കുന്നു. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് സാഹിത്യം ഒന്നിനെ സാഹിത്യമാക്കുന്നത് എന്താണ് എന്നൊരാൾ ചോദിച്ചാൽ പി കെയുടെ ഉത്തരം എന്താണ്? ഒറ്റവാക്കിൽ ഉത്തരം പറയുക എളുപ്പമല്ല. ഞാൻ ഡോൺ കിക്സോട്ടിനെ ഉദ്ധരിക്കാം. മിഗൽ സർവാന്തസിൻ്റെ ഡോൺ കിക്സോട്ട് എന്ന് പറഞ്ഞ നോവൽ എല്ലാവർക്കും അറിയാം. ആ നോവലിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അത് കാറ്റാടി യന്ത്രങ്ങളോട് പുസ്തകം വായിച്ച് വട്ടായിപ്പോയ ഒരാളുടെ കഥയാണല്ലോ. അങ്ങനെ ഒരുപാട് സാഹസങ്ങളും മണ്ടത്തരങ്ങളിലും എൻ്റെ വിശുദ്ധമായ അല്ലെങ്കിൽ ദിവ്യമായൊരു ഭ്രാന്തിലൂടെ കടന്നു വന്ന ഈ മനുഷ്യൻ ഒടുവിൽ ഒരു വലിയ ദാർശനികനായി മാറുക. അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ച് മരിക്കാൻ നേരത്ത് പറഞ്ഞ അവസാന വാക്യം,
ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇനി സമയമില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ദുഃഖം എന്ന് പറഞ്ഞങ്ങ് മരിച്ചുപോയി. ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങളെയാണ് നല്ല സാഹിത്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ നല്ല സാഹിത്യം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, മറ്റു ഭാഷകളിൽ എത്രയോ തവണ ഉണ്ടായിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന ഒരു പുസ്തകം ഞാൻ പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമായുടെ ആട്, അല്ലെങ്കിൽ ബാല്യകാലസഖി. ബാല്യകാലസഖി ഒരു കുട്ടിക്കാലത്തിൻ്റെ പ്രേമകഥയാണ്, ഒരു ദുരന്ത പ്രേമകഥയാണ് ആണല്ലോ, ഒരു പരമ്പരാഗതമായൊരു ട്രാജിക് സ്റ്റോറിയാണ്. അതും ഈ സമാനമായ ഒരു പൈങ്കിളി പ്രേമകഥയും കൂടെ ആലോചിക്കുക. നിങ്ങൾ ഈ പൈങ്കിളി പ്രേമകഥ മറന്നു പോവുകയും മജീദിൻ്റെയും സുഹ്റയുടെയും ജീവിതകഥ നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇനി എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എടുക്കുക. പ്രത്യേകിച്ച് ഒരാളിനെ മാത്രമല്ല അത് പിന്തുടരുന്നത്. ഒരു മനുഷ്യൻ്റെ കഥയിലൂടെ അനേക ജന്മങ്ങളുടെ വന്നു മറയുന്ന ഒരുപാട് മനുഷ്യരിലൂടെയാണ് അത് പറഞ്ഞു പോകുന്നത്. എന്നിട്ടും ആ പുസ്തകം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നു. അപ്പോൾ ഇത് അതിന് സാഹിതീയമായൊരു വശമുള്ളത്. അതിൻ്റെ ഭാഷ, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ വിഷൻ, അതിൻ്റെ ഫിലോസഫി, അതിൻ്റെ രാഷ്ട്രീയം, അങ്ങനെ അനേകം ഘടകങ്ങളിൽ പുതിയ പുതിയ അർത്ഥങ്ങൾ നിർമ്മിക്കുകയും അർത്ഥാന്തരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആ കൃതികൾ. അവയെയാണ് നമ്മൾ മികച്ച സാഹിത്യകൃതികളായി കണക്കാക്കുന്നത്. അല്ലാതെ ഒരു നോവൽ വായിച്ചു അതിലെ സംഭവങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അപ്പം നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിക്ഷോഭം ഉണ്ടാക്കി നോവൽ വായിച്ചു തീർന്നുകൊണ്ട് വിക്ഷോഭം അവസാനിച്ചു, സാഹിത്യവും അവസാനിച്ചു. അത്തരം വൺ ഡൈമെൻഷനലായ കൃതികളെ, അല്ലെങ്കിൽ ഒരു ഡയമെൻഷനും ഇല്ലാത്ത കൃതികളെ നമ്മൾ സാഹിത്യമായി കണക്കാക്കേണ്ടതില്ല. അത് എഴുതുന്നവർക്ക് നേട്ടം ഉണ്ടാവാം, അവരെ ആളുകൾ പ്രശംസിക്കുന്നുണ്ടാവാം, അവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയയിൽ അവരുടെ ചങ്ങാതി സംഘങ്ങൾ വന്നിട്ട് ഇത് ടോൾസ്റ്റോയി അവതരിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ വാഴ്ത്തുന്നുണ്ടാവാം. അത് സാഹിത്യത്തിൻ്റെയോ സാഹിത്യ ചരിത്രത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ വിഷയമില്ല, വൈയക്തികമായ ആനന്ദങ്ങളുടെ മാത്രം വിഷയമാണ്. സാഹിത്യം മറ്റൊന്നാണ്. ഒപ്പം ഇതോടൊപ്പം ചോദിക്കാനുള്ളത്, അതായത് സാറിലേക്ക് മൊത്തം നോക്കിയാൽ ഒരു വലിയൊരു അത്ഭുതം ഫീൽ ചെയ്യും. കാരണം അത്രയും പുസ്തകങ്ങൾ, അത്രയും എഡിറ്റഡ് വർക്ക്. ഇപ്പോൾ കൃഷ്ണൻ നായരെയൊക്കെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഒരു 7000 പേജോളം ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്നു, വായിക്കുന്നു. ഒരു ഭാഗത്ത് മാധ്യമവുമായി ബന്ധപ്പെട്ട് പുസ്തകം ഇറക്കുന്നു, ഒരു ഭാഗത്ത് ലിറ്റിൽ മാഗസിനുമായി ബന്ധപ്പെട്ട് പക്ഷിക്കൂട്ടങ്ങൾ, ഒരു ഭാഗത്ത് സിനിമാ സന്ദർഭങ്ങൾ, അവാർഡ് കിട്ടിയ പുസ്തകം, ലിറ്റററി വർക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എങ്ങനെയാണ് ഒരു ദിവസം പി.കെ. രാജശേഖരൻ തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നത്? ഈ പ്രേരണകളെല്ലാം, വായനയും എഴുത്തും പ്രഭാഷണവും, ഈ പ്രേരണയും പ്രചോദനവും എല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് സംഗമിച്ച് അത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളും ആ ആലോചനയും ഒക്കെ എങ്ങനെയാണ്? ആ ഡിസൈൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? വ്യക്തിപരമായൊരു കാര്യമാണ്. അതിനകത്ത് ജോഷ് വലിയ മഹാകാര്യമൊന്നുമല്ല. ഒന്ന്, ഞാൻ മറ്റ് എൻഗേജ്മെൻറ്റുകളിൽ ഇടപെടാറില്ല. ഇപ്പോൾ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ മറ്റ് സാംസ്കാരിക കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാനത് എൻ്റെ പ്രധാനമായിട്ട് എൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എഴുത്തും വായനയും സാംസ്കാരിക ചരിത്രവുമാണ്. അപ്പം ഞാൻ എൻ്റെ സമയം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും, വളരെ ഷെഡ്യൂൾഡായിട്ട് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുക. അത് ഞാൻ പത്രപ്രവർത്തനമാണ് ഞാൻ തൊഴിലായി ചെയ്തത്. അതും ഏതാണ്ട് ഒരു 8-9 കൊല്ലം മുമ്പ് ഞാൻ പത്രപ്രവർത്തനം തന്നെ ഉപേക്ഷിക്കുകയും മുഴുവൻ സമയം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റ് കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറോ ആവശ്യമില്ലാത്തതെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ സമയം വെടിപറഞ്ഞ സമയങ്ങളാൻ എനിക്കില്ല. വളരെ കുറച്ച് സമയമാണല്ലോ പടച്ചോനെ അനുവദിച്ചിട്ടുള്ളത്. ആ ചെറിയ സമയത്തിനുള്ളിൽ ഉത്തരവാദിത്വമുള്ളതെന്നും വളരെ ഗൗരവമുള്ളതെന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മറ്റ് നമ്മുടെ ഒരുപാട് ആനന്ദ ജീവിതങ്ങൾ നമ്മൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. പകരം നമ്മുടെ സംസ്കാരത്തിനും ഭാഷയ്ക്കും സമൂഹത്തിനുണ്ട് സംഭാവനകൾ. രാഷ്ട്രീയ സംഭാവനയും ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ ബഹുവിധമാണ് എൻ്റെ താല്പര്യങ്ങൾ. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലൊരു ഗവേഷകനുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേറ്ററുണ്ട്, ഒരു സാഹിത്യാന്വേഷകനുണ്ട്, ഒരു മൂല്യവിചാരകനുണ്ട്. ഇത്തരം വേഷങ്ങൾ പലതുമാണ് ഇതിനകത്തൊക്കെ ചെയ്യുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ ചെയ്യുമ്പോൾ അത് അതിസൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യം. ഉദാഹരണത്തിന് സാഹിത്യ പാരഫലം, അത് 4-5 വർഷത്തോളം എടുത്ത വലിയൊരു പ്രോജക്റ്റാണ്. അപ്പം തന്നെ പല ചെയ്തത് ഒരുമിച്ച് അതോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യും. അത് ഓരോരുത്തർക്കും ഓരോ ശീലമാണ്. ചിലർക്ക് ഒരു സമയം ഒരു പണി മാത്രമേ ചെയ്യാൻ പറ്റൂ. ചിലരുടെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ചില ഓരോ സ്വഭാവ വിശേഷങ്ങളായിരിക്കുമല്ലോ. എനിക്ക് മൾട്ടിപ്പിൾ ടാസ്കിങ് ആണ്. ഞാൻ സിനിമയെക്കുറിച്ച് എഴുതുന്നു എന്ന് പറയുന്നത് സിനിമാ നിരൂപണമല്ല, മറിച്ച് അതിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററി, സിനിമ കാണലിൻ്റെ ചരിത്രമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ലിറ്റിൽ മാഗസിൻ ഉള്ളത് മലയാളത്തിലെ മോഡേണിസത്തെക്കുറിച്ചുള്ള, ആധുനികതയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ മെറ്റീരിയൽ വശമാണ്. ഞാനെപ്പോഴും സാഹിത്യത്തിന് ഒരു മെറ്റീരിയൽ വശം ഉണ്ടെന്ന് കൂടി വിശ്വസിക്കുന്നുണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് എത്ര മണി അങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ തൊഴിൽ ജീവിതകാലത്ത് ഞാൻ രാത്രി ജോലി ചെയ്തിരുന്ന ആളാണ്. ആ സമയത്ത് മാത്രം
രാത്രി 2 മണിക്ക് ശേഷം മാത്രം ഉറങ്ങുന്ന. അപ്പോൾ ഞാൻ പുലർച്ചയ്ക്ക് എഴുന്നേൽക്കലാണ് എൻ്റെ രീതി. എപ്പോഴൊക്കെ ഞാൻ 5 മണി കഴിയുമ്പോൾ എഴുന്നേൽക്കും. അതുമുതൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങും. 7 മണി വരെ ഞാൻ തുടർച്ചയായിട്ട് വായിക്കുന്നു. രാവിലെ മുഴുവൻ എനിക്ക് വായിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഗാർഹികമായ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഭാര്യയെ സഹായിക്കുക, കുടുംബത്തെ സഹായിക്കുക, അത്തുമാറ്റി കാര്യം നോക്കുക. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് 2 മണി വരെയും ഞാൻ എൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളിലാണ്. കൂടുതൽ വായിച്ച് കുറച്ച് എഴുതുന്ന ആളാണോ? കുറച്ച് വായിച്ച് ഞാൻ വളരെ കൂടുതൽ വായിക്കുകയും കുറച്ച് മാത്രം എഴുതുകയും ചെയ്യുക. അതേ പറ്റൂ. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട അതിഗംഭീരങ്ങളായ കൃതികളിൽ, കഥയാകട്ടെ കവിതയാകട്ടെ മറ്റെന്തുമാകട്ടെ, അതിലേക്ക് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലോകത്താണ്. അങ്ങനെ ഉടനെ തന്നെ അത് മാറ്റിവെക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. ഈ ലോകത്തുള്ളപ്പോഴും പി കെനെ കുറിച്ച് ഞാൻ രഹസ്യമായി കേട്ട പി കെയുടെ ഒരു രഹസ്യ ജീവിതം, വലിയ കാറോട്ടക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് എന്താ പറയാ? രാജ്യം മുഴുവൻ ഇങ്ങനെ ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് അതാണ്. ഞാനത് കാറിൽ സഞ്ചരിക്കുക, കാർ ഡ്രൈവ്. ഞാൻ എത്രയോ വർഷങ്ങളായി ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഇന്ത്യ മുഴുവൻ ഒരു 2 വീക്സ് 3 വീക്സ് നിൽക്കുന്ന കാർ സഞ്ചാരങ്ങൾ എല്ലാ കൊല്ലവും നടത്താറുണ്ട്. അത് വളരെ ഹിസ്റ്റോറിക്കൽ റൂയിൻസ്, അങ്ങനെ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിൽ ഞങ്ങൾ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്, വേറെ ഡ്രൈവറോ കൂടെ മാറി ഓടിക്കലില്ല. അതിങ്ങനെ എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട്. അത് എനിക്ക് എൻ്റെ ഇന്ത്യയെ കണ്ടെത്തലാണ്. വിദേശ രാജ്യങ്ങൾ കാണുന്നത് പോലെയോ അതിനേക്കാൾ പ്രധാനമാണ് ഇന്ത്യയെ കാണുക എന്നുള്ളത്. വളരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലിനെ എഴുതിയതുപോലെ അല്ല, നേരിട്ട് കണ്ട് തന്നെ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളൊരു എൻ്റെ അനുഭവത്തിൻ്റെ പ്രശ്നമാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഭീംബേഡ്കയിലേക്ക് പോയി. ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ എത്രാമത്തെ തവണ വീണ്ടും ഹംപിയിലേക്ക് പോയി, പട്ടടക്കിലേക്ക്, ബാദാമിയിലേക്ക്, അങ്ങനെ ഡെക്കാണിൻ്റെ കൾച്ചറിലേക്ക് വീണ്ടും പോയി. എന്തുകൊണ്ട് ഇതൊന്നും ആ സമയത്ത് FBയിലോ മറ്റോ ഒന്നും പങ്കുവെക്കാത്ത ഒരു പൊതുസമൂഹം? ഒന്നും എനിക്ക് FB, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളല്ല ഞാൻ. അതാരെ ഉപയോഗിക്കുന്നത്? കാണാനോ ഒരു പേര് ഇല്ല. അതെൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ പണ്ട് ഇതൊക്കെ തുടങ്ങിയ കാലത്ത് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി തന്നു. ഇനി വേറെ ആരും എൻ്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി നാട്ടിൽ കുഴപ്പമൊന്നും എനിക്കിത് ഉപയോഗിക്കാനും അറിഞ്ഞുകൂടാ. എനിക്കതിൽ ചിലവാക്കാൻ സമയമില്ല. ഈ യാത്രകളെല്ലാം പുസ്തക രൂപത്തിലാണ് ഞാൻ ഇന്നുവരെ എഴുതിയിട്ടുമില്ല. ഒരു യാത്രകളെക്കുറിച്ച് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നു ഇല്ല. എൻ്റെ യാത്രകൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെ, എൻ്റെ രഹസ്യാനുഭൂതികളുടെ മാത്രമാണ്. എനിക്കൊരു രഹസ്യ ജീവിതം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ സാഹിത്യത്തിൽ എൻ്റെ രഹസ്യ ജീവിതം എന്നാണ്. അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പം നോവലിനെ കുറിച്ച് പഠിച്ച, അല്ലെങ്കിൽ നോവൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഖ്യാനമായി കാണുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും, അതായത് പല നിലയിലുള്ള വ്യത്യസ്തമായ നോവലുകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ നോവൽ എന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ്. അപ്പോൾ തൻ്റെ ഉള്ളിൽ നല്ല കവിയുണ്ട്. കാരണം പിന്നെ വാക്യങ്ങളൊക്കെ വായിച്ചാൽ അറിയാം. പിതൃഘടികാരം ഒക്കെ ആ വിജയനെ എഴുതുമ്പോൾ വിജയനെ സ്വീകരിക്കുന്നു, CV എഴുതുമ്പോൾ CVയുടെ അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു നോവൽ എഴുതിക്കളയാം എന്ന് PK തോന്നി? ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഈ കൂടുതൽ പാപങ്ങൾ ലോകത്തുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പാപങ്ങൾ ലോകത്ത് സംഭവിക്കും. നോവൽ എഴുതേണ്ടവർ നോവൽ എഴുതും, നോവൽ എഴുതേണ്ടവർ എഴുതിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ എന്നോട് വഴക്കിന് വരുമെന്ന് എനിക്കറിയാം. കാരണം ഇതൊരു ജനാധിപത്യ അവകാശമാണ്, എല്ലാവർക്കും വോട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും നോവൽ എഴുതാമെന്ന് തെറ്റിദ്ധരിച്ചൊരു മൂഢസമൂഹത്തോടാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരിക. എല്ലാവർക്കും എഴുതാവുന്നതല്ല, അതിന് ഒരുപാട് സിദ്ധിയും സാധനയും വിശേഷ പ്രവർത്തനവും ഒക്കെ വേണ്ടതാണ്. അങ്ങനെ ഒന്നും വേണ്ടാതെ അനായാസേന ചെയ്യാവുന്ന, നമ്മൾ ചോറുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയാണ്. താനെ അങ്ങ് ശരീരം ദഹിപ്പിച്ചോളുമല്ലോ എന്ന് നോവലെഴുത്തുന്നു തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിൽ ഞാൻ എന്തിനാ നോവൽ? അപ്പം അങ്ങനെ ഒരു ഫിക്ഷൻ എഴുതണമെന്നോ അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതോട് ഞാൻ ചെയ്യുന്നത് മലയാളത്തിലെ നോവലിൻ്റെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ അതോടനുബന്ധിച്ച് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതായത് ഈ പേഴ്സണൽ, അതായത് വായന, നമ്മളിപ്പോൾ വിജയനെ വായിക്കുന്നു, അപ്പോൾ ഒരു സ്കോളറെ അതിനകത്ത് കാണാം. ഇപ്പോൾ CVയെ വായിക്കുന്നു. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റൈറ്റേഴ്സിനെ എഴുതുമ്പോൾ അത് ആരാധന കൊണ്ടാണോ, അതായത് ഇൻഡിവിജ്വലായിട്ട് അതിനോടുള്ള, അല്ല വേറെ തരത്തിൽ സ്കോളറാണോ ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു കൺഫ്യൂഷനാണ്. കാരണം ആ 2 എഴുത്തുകാരോട് PKക്കുള്ള ഒരു വലിയ ആദരവാണോ? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? അത് ഈ വായനയ്ക്ക് 2 തരത്തിൽ, അത് ആരാധനയുടെ പ്രശ്നമില്ല, മറിച്ച് സ്കോളർ ഉൾപ്പെടെ അതിനകത്ത് കാണാം. അത് അതിനെക്കുറിച്ച് എഴുതുമ്പോഴാണ് നമ്മുടെ അപാരമായ അനുഭൂതികളിലേക്ക്, സാമാന്യത്തിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന അതിവിശേഷങ്ങളായ അനുഭൂതികളിലേക്ക് നമ്മെ എത്തിക്കുന്നവയാണ് മഹത്തായ കൃതികൾ, അല്ലെങ്കിൽ മികച്ച കൃതികൾ. അതാണ് സാഹിത്യം നൽകുന്ന സൗന്ദര്യാനുഭവം. ആ അനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഏത് കൃതികളും നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഭാഷയുടെയും ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
ഈ രണ്ട് തരത്തിലുള്ള വായനയുണ്ടല്ല ഇപ്പോഴും. ഒന്നൊരു ഈസ്തറ്റിക് റീഡിങ് എന്ന് പറയാവുന്ന സൗന്ദര്യാത്മക വായന, രണ്ടാമത്തത് നോൺ ഈസ്തറ്റിക് റീഡിങ് എന്ന് പറയുന്ന സൗന്ദര്യേതര വായന. സൗന്ദര്യാത്മക വായനയിൽ സംഭവിക്കുന്നത് ആ കൃതി, അതിൻ്റെ ആഖ്യാന രീതി, അതിൻ്റെ രൂപകങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ആനന്ദാനുഭൂതിയിലേക്കാണ് വായനക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നോൺ ഈസ്തറ്റിക് റീഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഡേറ്റ, അത് തരുന്ന അതിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ മറ്റനേക സന്ദർഭങ്ങൾ, ഒരുപാട് മറ്റു വശങ്ങളിലേക്ക്. അപ്പം ഈ ഈസ്തറ്റിക് റീഡിങ്ങും നോൺ ഈസ്തറ്റിക് റീഡിങ്ങും സംയോജിക്കുകയാണ് ഞാൻ എൻ്റെ വായനയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കൃതി വായിക്കുകയും അതിൻ്റെ സൗന്ദര്യാനുഭവത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ അതെൻ്റെ എൻ്റെ ഈസ്തറ്റിക് റീഡിങ്. ആ ഈസ്തറ്റിക് റീഡിങ്ങിൻ്റെ അനുഭവങ്ങളെ നോൺ ഈസ്തറ്റിക്കായ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൊണ്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും വിലയിരുത്താനുമാണ് സാഹിത്യ നിരൂപണത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നത്. അത് മലയാളത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാരാണ്. ഇതുപോലെ തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട വർക്ക് ചെയ്തിട്ടുള്ളത് ചന്തുമേനോനെ കുറിച്ചാണ്. അപ്പോൾ ചന്തുമേനോൻ, സി വി രാമപിള്ള, അതുപോലെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരായി ഞാൻ നോവലിസ്റ്റുകളിൽ ഞാൻ മലയാളത്തിൽ 3 നോവലിസ്റ്റുകളെ കാണുന്നത്. അത് ഉറൂബ്, തകഴി ശിവശങ്കരപിള്ള, ആനന്ദ് എന്നിവരെയാണ്. അതിനുശേഷമുള്ള തലമുറ എൻ്റെ തന്നെ തലമുറയാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരുണ്ട്. അവരെക്കുറിച്ച് ഞാൻ നമ്മുടെ മുൻ തലമുറക്കാരെ പറയുന്ന പോലെ പറയാത്തത് അവരെല്ലാവരും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. സ്വഭാവമാണ് മുൻ തലമുറയെ ആഘോഷിക്കുകയും പറയുകയും ചെയ്യുക. അവരോട് സമാനമായിട്ടുള്ള ആളുകളെക്കുറിച്ച് ഒരു നല്ല വാക്യം വേദിയിൽ പറയുക എന്നല്ലാതെ അവരെക്കുറിച്ച് എഴുതുക, അങ്ങനെ അല്ല, ഞാനങ്ങനെയല്ല. ഈ തലമുറയിലെ നമ്മുടെ ഇപ്പോൾ അബൂമ്മയുടെ അച്ഛനെ ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പുതിയ തലമുറയിൽപ്പെട്ട നോവലിസ്റ്റുകളെ കുറിച്ചും വിലയിരുത്തുകയും അവർ പലർക്കും പ്രധാനപ്പെട്ട കൃതികൾക്ക് അവതാരിക എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അവതാരിക എഴുതുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത്, പലരും അവതാരിക എഴുതുന്നത് ഇഷ്ടം കൊണ്ടല്ല. PK അവതാരിക എഴുതുന്നത് ഇഷ്ടം കൊണ്ടാണോ? ജോബിഷ് വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, ഈ പണ്ട് അയ്യപ്പ പണിക്കർ സാർ പറഞ്ഞ അറിയല്ല, ഔദാരിക നിങ്ങളുടെ വാക്യങ്ങൾക്ക് സൊസൈറ്റി വില കൊടുക്കുന്നുണ്ട്. അതെ, അവതാരികയിൽ കള്ളമുണ്ടോ എന്നാണ് ചോദ്യം. അവതാരിക, ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ചില വ്യക്തിപരമായ നിർബന്ധങ്ങൾ കൊണ്ട് നമ്മളെല്ലാം ചില കീഴ്വഴങ്ങലുകൾക്ക് വിധേയമാകുമല്ലോ. ഒരു കൃതി അത്ര മഹത്തായതായിട്ടൊന്നും അത്ര മെച്ചപ്പെട്ടതായിട്ടൊന്നും അല്ല, മറിച്ച് സ്നേഹപൂർവ്വമായ ചില നിർബന്ധങ്ങൾ, ശാഠ്യങ്ങൾ, ചില ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ മനുഷ്യർ എന്നുള്ള നിലയിൽ വഴങ്ങി കൊടുക്കേണ്ടി വരും. എല്ലായ്പ്പോഴും നിങ്ങൾ കടുത്ത മൂല്യബോധത്തിൻ്റെ ഭാഗമായിട്ട് വ്യക്തിബന്ധങ്ങളിൽ നിൽക്കുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആളുകളൊക്കെ ശിക്ഷിക്കാനേ നമുക്ക് നേരം വരും. പിടിവാശി പിടിച്ച് കരയുന്ന കുഞ്ഞിനെ ഉടനെ തല്ലാനൊന്നും പറ്റില്ലല്ലോ. ഇത് പറഞ്ഞു. അപ്പോൾ അത് അവതാരികയുടെ കാര്യം അല്പം കൂടി വിശദീകരിക്കാം. അപ്പോൾ എന്നാൽ എന്താണ് ഒരു അവതാരിക ചെയ്യുന്നത് എന്നുള്ളതാണ്. അവതാരിക ഒരു വിശേഷതരം വായനയാണ്. ഒരു അവതാരിക ഒരു പുസ്തകത്തിൽ ഒരു പക്ഷേ ഏറ്റവും കുറച്ച് ആളുകൾ വായിക്കുന്ന ഈ അവതാരികയാണ്. 3 തരം വായനക്കാരാണ് അവതാരികയ്ക്കുള്ളത്. ഒന്ന്, അവതാരിക വായിക്കുകയേ ചെയ്യാത്തവർ. 2, അവർ വിചാരിക്കുന്നത്, ഈ വായിക്കാത്തവർ വിചാരിക്കുന്നതേ, ഈ ആദ്യം പുസ്തകത്തിൻ്റെ 7 പേജ് ഇങ്ങനെ മറിച്ച് കളയാവുന്ന പേജുണ്ടല്ലോ, പബ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ ഉള്ള അത്തരം പേജുകളിൽ പെടുന്ന ഒരു സാധനം. രണ്ടാമത്തെ ആളുകൾ ഇത് വായിച്ചിട്ട് എന്തെങ്കിലും ഞാൻ കാണാത്ത പോലെ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിക്കുന്ന രണ്ടാമതൊരു തരം വായനക്കാരാണ്. മൂന്നാമത്തെ വായനക്കാർ അവർ ഈ പുസ്തകം വായിച്ചതിന് ശേഷം മാത്രമേ അവതാരികയെ പ്രവേശിക്കൂ. അതായത് വ്യത്യസ്തമായൊരു വായന അവിടെ ഉണ്ടോ, അവരതിൻ്റെ ഐഡിയൽ റീഡേഴ്സ്. അവരെന്ന് പറഞ്ഞാൽ ഈ അവതാരികകാരനെ ഇതിൻ്റെ എതിരാളിയാണ്. ഒരു പക്ഷേ ഈ അവതാരിക യഥാർത്ഥത്തിൽ പൂരിപ്പിക്കുന്നതും അത്തരം വായനക്കാർ, അവരാണ് ഇതിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് അവതാരിക ഒരു കൃതിക്ക് സവിശേഷമായ ഒരു വായനയാണ്. അതേസമയം മറ്റു വായനകളിലേക്ക് പ്രേരിപ്പിക്കാനും ഒരുപക്ഷെ ഭാവിയിലെ വായനക്കാർ കാണാത്ത ലോകങ്ങളിലേക്ക് ആ കൃതിയെ കൊണ്ടുപോകാനോ ആ കൃതിക്ക് പുതിയ പാഠങ്ങൾ നിർമ്മിക്കാനോ ഒരു അവതാരിക സഹായിക്കും. ആ കൃതിയെ അതിൻ്റെ സന്ദർഭത്തിലും സാഹിത്യ ചരിത്രത്തിലും സ്ഥാനപ്പെടുത്തുന്നതിലും അവതാരിക വലിയ പങ്ക് വഹിക്കും. അങ്ങനെ പങ്കുവഹിച്ച അവതാരികൾ ജോബിഷിന് തന്നെ അറിയാം. ലീലയ്ക്ക്, നളിനിക്ക് AR എഴുതിയ അവതാരിക അത്രയും പ്രധാനപ്പെട്ട ഒരു അവതാരികയാണ്. അതാണ് ബഷീറിന് MP പോൾ എഴുതിയ, അതിലാണ് ഏറ്റവും ഉദ്ധരിക്കപ്പെട്ട വാക്യം പോലും. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരേടാണ് വക്കിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ PK ലോകത്തിലെ ലൈബ്രറികൾ സഞ്ചരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ലൈബ്രറി, ഇന്ദുലേഖൻ്റെ, ഇങ്ങനെ ഒരു വലിയ ഒരു ലൈബ്രറി ജീവിതമുണ്ട്. ഈ പോയ ലൈബ്രറികളിൽ, അതായത് ലൈബ്രറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ളത് വലിയ സങ്കടങ്ങളിൽ ഒന്നായിരിക്കാം. അങ്ങനെ തോന്നിയ ലൈബ്രറി, ആ സഞ്ചാരം, ആ ലൈബ്രറികളിലൂടെയുള്ള ജീവിതം, അതിനെക്കുറിച്ച് പങ്കുവെക്കാം. ഈ ചില ലൈബ്രറികളിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാലയങ്ങളെക്കാൾ
ഗ്രന്ഥശാലകളാണ്. അത് ചെറുതും വലുതുമായ ഗ്രന്ഥാലയങ്ങളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അവയിൽ എനിക്കൊരു രഹസ്യ ജീവിതമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഈ തിരുവനന്തപുരം നഗരത്ത് പാളയം എന്ന് പറഞ്ഞ ജംഗ്ഷനെ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയോ സെക്രട്ടേറിയറ്റിനോ കേന്ദ്രീകരിച്ച് 100 ലൈബ്രറി ഉണ്ട്. ഇതിന് ചുറ്റും ഒരു 1.5 കിലോമീറ്ററിനകത്ത് 100-ലധികം ലൈബ്രറികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരം ലൈബ്രറികൾ പബ്ലിക് ലൈബ്രറി, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി എന്നാണ് പേരെങ്കിലും സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്. കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി, യൂണിവേഴ്സിറ്റി കോളേജ് ലൈബ്രറികൾ, അനേകം സ്വകാര്യ ഗ്രന്ഥശേഖരങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഉള്ള ഈ വായനകൾ നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്തതുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനത ചെലുത്തിയിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള 110 കൊല്ലത്തിലധികം പഴക്കമുള്ള ശ്രീകൃഷ്ണവിലാസം എന്നൊരു ഗ്രന്ഥശാലയുണ്ട്. അതിൽ നിന്നാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ അവിടെ പോകുന്നുണ്ട്. ഈ പഴയ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഗ്രന്ഥശാലകളുടെ നിലവാരമൊക്കെ മോശമാണ്. എങ്കിലും അവ നമ്മുടെ ഒരു ഗൂഢജീവിതത്തിലൂടെ അസാധാരണങ്ങളായ ചില സ്വപ്നങ്ങളിലേക്ക് ഉയർത്തും, ചരിത്രത്തിലേക്ക് അത് കൊണ്ടുപോകും. അതാണ് വായനശാലകൾ. അവയ്ക്ക് ഒരുപാട് ക്ഷീണങ്ങളുണ്ട്, വേണ്ട പരിമിതമായ സൗകര്യങ്ങളെ നമ്മുടെ ഉള്ളൂ. പലപ്പോഴും കീറിപ്പോയ പുസ്തകങ്ങളാണ്, അവസാനത്തെ പേജില്ലാത്ത പുസ്തകങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിലും വായനശാലകളിൽ പോവുക, ലൈബ്രറികളിൽ സന്ദർശിക്കുക, ഒരു പുസ്തകം എടുത്തില്ലെങ്കിൽ തന്നെയും അതിനകത്തോട്ട് സഞ്ചരിക്കുമ്പം ഞാൻ എൻ്റെ തന്നെ ഒരു അപരലോകത്താണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. ഈ പുസ്തകങ്ങളിലും ഈ പഴയ ഷെൽഫുകൾക്കിടയിലും ജീവിക്കുന്നത്. അതാണ് അടുത്ത ചോദിക്കാൻ പോകുന്നത്. ഒരു ഗവേഷക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് അത് എങ്ങനെയാണ് എന്ന് പരിചയപ്പെടുത്തണം. അതായത് ഒരു ലൈബ്രറിയിൽ പോകുന്നു, നോട്ട് എടുക്കുന്നു. ഒരു വിഷയം തീരുമാനിച്ചിട്ടായിരിക്കും ഒരു ലൈബ്രറിയിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ നോട്ടെടുക്കൽ രീതി, അത് ക്രമീകരിക്കൽ, അത് പിന്നീട് ലേഖനമാക്കി മാറ്റൽ, ആ ഒരു പ്രോസസ്സിൽ എങ്ങനെയായിരിക്കണം നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത്? അത് എങ്ങനെ ചേർന്ന് നിന്നാലാണ് ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് കിട്ടുക? ഗവേഷണം അല്ലെങ്കിൽ റീസർച്ച് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു പ്രവർത്തന മണ്ഡലമാണ്. അത് സത്യത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവരെ ഗൈഡുമാരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന റിസർച്ചേഴ്സ് പഠിപ്പിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ നടക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റീസർച്ച് എന്ന് പറയുന്നത്, നിങ്ങളുടെ അന്വേഷണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ കൂടി ചേർന്നാണ്. നിങ്ങളൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറെ പോലെയാണ് ഒരു റിസർച്ചർ പെരുമാറുന്നത്. കാരണം ആ റിസർച്ചറും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ഒരേ കാര്യം ചെയ്യുന്നു. ഇത് കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. നല്ല ഒബ്സർവേഷൻ. അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്താ? ഇത് നമ്മുടെ ഫിലോസഫർമാരും ഇത് തന്നെയാണ് ശ്രമിച്ചത്, മതചിന്തകന്മാർ ശ്രമിച്ചത്. മതചിന്തകന്മാരും ഒക്കെ ശ്രമിച്ചവർ ഈ ഒരു പ്രശ്നത്തെ അതിനുള്ളിൽ തന്നെ കണ്ടെത്താനല്ല, മറിച്ച് ഇതിന് പുറത്തുള്ള ഒരു ലോകവുമായി ബന്ധപ്പെടുത്തിയ മതം. അതായത് ലോകത്തെ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം അവരെവിടെയാണ് കണ്ടെത്താൻ ശ്രമിച്ചത്? ലോകത്തിന് പുറത്തെവിടെയുള്ള ഒരു ദൈവത്തിലാണ് ആണല്ലോ. എന്നാൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സും എഴുത്തുകാരും ഫിലോസഫർമാർ ശ്രമിക്കുന്നത് പ്രശ്നത്തിനുള്ളിൽ നിന്ന് കണ്ടെത്താനാണ് ആണല്ലോ. നമ്മളൊരു നോവലിനെ കുറിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കവിതയെക്കുറിച്ച് പോകുമ്പോൾ കവിതയ്ക്കുള്ളിലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെയാണ് സാഹിത്യത്തിലെ ഗവേഷണം. സാഹിത്യത്തിലെ ഗവേഷണം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഇന്ദുലേഖ മലയാളത്തിൽ ഒരുപാട് എഡിറ്റിങ്ങിന് വിധേയമായൊരു പുസ്തകമായിരുന്നെന്ന് ഞാൻ കണ്ടെത്തി, അവതരിപ്പിച്ചു. അങ്ങനെ ഇന്ദുലേഖ ചന്തുമേനോൻ ജീവിച്ചിരുന്ന കാലത്തുള്ള ആ എഡിഷൻ ഞാൻ കൊണ്ടുവന്ന് പിഴ തിരുത്തി ഞാനും ഡോക്ടർ പി വേണുഗോപാലനും ചേർന്ന് പ്രസിദ്ധീകരിച്ചു, എൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ. കാരണം വളരെ വർഷങ്ങൾ കൊണ്ട് ഇന്ദുലേഖയിലെ ഒരുപാട് ഭാഗങ്ങൾ കഴിഞ്ഞ 10-75 കൊല്ലത്തിന് വെട്ടിമാറ്റപ്പെട്ടു. കുറേ വരികൾ നഷ്ടപ്പെട്ടു, വാക്യങ്ങൾ, പാരഗ്രാഫുകളൊക്കെ നഷ്ടപ്പെട്ട് വളരെ വികലീകൃത രൂപമായി. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ 75 കൊല്ലത്തിനുണ്ട് ഇത് ആർക്കും അറിയാൻ വയ്യായിരുന്നു. അപ്പം നമ്മൾ ഓരോ തവണയും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പുസ്തകമല്ലേ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഒരു കേവലമായ സംശയം തോന്നിയത്. അതിനകത്ത് ഒരു സന്ദർഭത്തിൽ ചന്തുമേനോൻ എഴുതിയിരിക്കുകയാണ് ഇന്ദുലേഖയിൽ, മാധവൻ ഇന്ദുലേഖയെ സ്വയംവരം ചെയ്തു, പിന്നെ അവർ മദ്രാസിൽ പോയി. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഇന്ത്യൻ വിവാഹ സങ്കല്പം അനുസരിച്ച് സ്വയംവരം സ്ത്രീ ചെയ്യുന്ന വിവാഹമല്ലേ? അപ്പോൾ അത് ഇന്ദുലേഖയ്ക്കല്ലേ സ്വയംവരം ചെയ്യാൻ പറ്റൂ? മാധവൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ചന്തുമേനോൻ ജൂറിസ്റ്റായിരുന്നു, നിയമജ്ഞനായ ചന്തുമേനോൻ ഈ അബദ്ധം പറ്റുമോ എന്നൊരു സംശയം. അപ്പോൾ എനിക്കിങ്ങനെ 1-2 കാര്യങ്ങളുടെ സംശയം വന്നു. അപ്പോൾ ഇതാരോട് ചോദിക്കാൻ? കാലാകാലങ്ങളായി നമ്മുടെ കയ്യിൽ അച്ചടിച്ച് കിട്ടുന്ന പുസ്തകം സത്യമാണെന്ന മട്ടിലല്ലേ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിച്ചതും ഞാൻ ആദ്യം ഇന്ദുലേഖയെക്കുറിച്ച് എഴുതിയതല്ല ഈ നിലവിലുള്ള ടെക്സ്റ്റുകളെ വിശ്വസിച്ചാണ്. അപ്പോൾ എനിക്കിതൊക്കെ പറയാൻ പറ്റിയ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് ഡോക്ടർ പി വേണുഗോപാലൻ. അദ്ദേഹം വലിയ കഥകളി പണ്ഡിതനും കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളം ലെക്സിക്കൻ്റെ എഡിറ്ററും ഒക്കെ ആയിരുന്ന ആളാണ്. ഞാൻ ഡോക്ടർ വേണുഗോപാലിനോട് ചോദിച്ചു, ഇത് ഇങ്ങനെ ഇന്ദുലേഖ സ്വയംവരം ചെയ്യാനുള്ളതിന് പകരം ഇതെങ്ങനെ ശരിയാവുന്നത്? അപ്പോൾ വേണുഗോപാലൻ എന്നോട് ചോദിച്ചു,
അല്ല, ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ ചന്തുമേനോൻ നോവൽ എഴുതിയിരിക്കുകയാണ്. മാധവന് പഞ്ചുമേനോനുമായുള്ള ബന്ധം ഇതുകളെപ്പറ്റി ഞാൻ പീഠികയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പീഠിക എവിടെ? അപ്പം നമ്മൾ ഈ ഇന്ദുലേക്ക് 1-ാം അച്ചടിപ്പിൻ്റെ അവതാരിക, 2-ാം അച്ചടിപ്പിൻ്റെ അവതാരിക, ചന്തുമേനോൻ 2 പതിപ്പിന് 2 അവതാരിക എഴുതിയിട്ടുണ്ട്. ഈ അവതാരികനെയാണ് പീഠിക എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും അങ്ങനെ പണ്ടേ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പീഠികയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പീഠിക ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവോ? ഇങ്ങനെ കുറേ സംശയങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ മനസ്സിലായി ഇത് ഇന്ദിരയുടെ പഴയ പതിപ്പുകൾ നോക്കണം. അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ട് 1950 ഒരു പതിപ്പ് കിട്ടിയപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ അവസാന അധ്യായത്തിലുണ്ടെന്ന് മനസ്സിലായി. 8 പാരഗ്രാഫ് വെട്ടിപ്പോയി. അങ്ങനെ അതാണ് ഞങ്ങൾ 1890 ഇത് കണ്ടെത്തി. അപ്പോൾ ഒരു ആധികാരികമായ ഗവേഷണം ഇങ്ങനെ അതിസൂക്ഷ്മതയിൽ എത്തിച്ചേരുകയും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരികയും വേണം. പിന്നെ പഴയ പദങ്ങളെല്ലാം അർത്ഥം മാറിപ്പോയി. ചന്തുമേനോൻ മേനവൻ എഴുതുന്നത് നമ്മൾ തിരുത്തി മേനോനാക്കി. നമ്പർ എന്ന മലബാർ രീതിയിൽ എഴുതിയത് നമ്മൾ നമ്പർ എന്നാക്കി. പല വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുകൂടാതെ ഇതൊക്കെ നോട്ട് കൊടുക്കുക, അനോട്ടേറ്റ് ചെയ്യുക, ഇതൊക്കെ സ്കോളർലി റിസർച്ചിൻ്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് പറഞ്ഞപ്പോഴാണ് അതിനകത്തൊക്കെ വെട്ടിമാറ്റൽ, മറ്റു കാര്യങ്ങൾ. എഡിറ്റർ എന്ന് പറയുന്ന, ഇപ്പോൾ പി കെ രാജശേഖരൻ ഒരു പ്രധാനപ്പെട്ട എഡിറ്ററാണ് മലയാളത്തിലെ. ഇപ്പോൾ MT വാസുദേവൻ നായർ ഇപ്പം മരിച്ചുപോയി. മരിക്കുന്നത് ഒരു എഡിറ്ററും കൂടിയാണ്, മികച്ച ഒരു എഡിറ്ററും കൂടിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ എഡിറ്റിങ്ങിനെ കുറിച്ച് അത് സമീപകാലത്ത് എന്താണ് എഡിറ്റിംഗ് എന്നത്, അതും നമ്മൾ മൊത്തത്തിൽ പല ശോഷണങ്ങൾ സംഭവിക്കുന്നതിനിടയിൽ നല്ലൊരു എഡിറ്ററും കൂടിയാണ് ഒരുപാട് മികച്ച എഴുത്തുകാരെയും കൂടി സൃഷ്ടിക്കുന്നത്. മലയാളത്തിലെ എഡിറ്റർ എന്ന പദവികളെ കുറിച്ച് അതിനകത്തുനിന്ന് തോന്നിയ ഒരു വായനക്കാരനുണ്ടാവും, ഇതിങ്ങനെയൊന്നും അല്ലല്ലോ, ഇതൊന്നും പ്രസിദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന്. PK എന്താ? ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എഡിറ്റർമാർ 2 തരമുണ്ട്. ഒന്ന് മാഗസിൻസിൻ്റെ എഡിറ്റർമാർ, പത്രത്തിൻ്റെ എഡിറ്റർമാർ. അതിൽ മാഗസിനുകളിൽ സാഹിത്യ പത്രപ്രവർത്തനം, MT വാസുദേവൻ നായർ, S ജയചന്ദ്രൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, അങ്ങനെയുള്ളവരെല്ലാം ഈ ലിറ്റററി എഡിറ്റർമാരായിരുന്നു. അടുത്ത തരം എഡിറ്റർമാർ ഞാൻ അതിലാണ് പെടുന്നത്. പുസ്തക എഡിറ്റർമാരാണ്, പുസ്തകങ്ങളുടെ എഡിറ്റർമാർ. അതും 2 തരമുണ്ട്. ഒന്ന് പ്രസാധന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എഡിറ്റർമാർ, ഇംഗ്ലീഷിലൊക്കെ വളരെ പ്രബലരായ എഡിറ്റർമാർ. അവർ പറയുന്നത് പോലെ മാത്രമേ എത്ര വലിയ നോവലിസ്റ്റിനും ചെയ്യാൻ പറ്റൂ. എഴുതി കൊടുക്കുന്നതൊന്നും അവർ അച്ചടിക്കില്ല. രണ്ടാമത് സ്കോളർലി എഡിറ്റേഴ്സ്. ഞാൻ സ്കോളർലി എഡിറ്റർമാരുടെ കൂട്ടത്തിലാണ് പെടുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പുനഃപ്രസിദ്ധീകരണം, അവയുടെ പരിശോധന, അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള ചേർത്ത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുക. ആരെങ്കിലും എഴുതിയ 10 ലേഖനം കുത്തിക്കെട്ടി എഡിറ്ററിന് പേര് വയ്ക്കൽ എഡിറ്റിംഗ് അല്ല. അപ്പോൾ സ്കോളർലി എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പാണ്ഡിത്യത്തിൻ്റെയും സാഹിത്യ ചരിത്ര ബോധത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചില സ്ഥാനപ്പെടലുകളും പരിശോധനകളും ഒക്കെയാണ്. അത്തരം പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇംഗ്ലീഷ് നായരുടെ സാഹിത്യപരബലം സമ്പൂർണ്ണമായാലും KP അപ്പൻ്റെ സമ്പൂർണ്ണ കൃതികളായാലും ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ലിറ്റററി എഡിറ്റർമാരാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. MT വാസുദേവൻ നായരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന നോവലിസ്റ്റായിട്ടും സിനിമാക്കാരനായിട്ടും മാത്രമല്ല, 1-ാം എഡിറ്റർ എന്നുള്ള നിലയിൽ മാതൃഭൂമി ആശുപത്രി. അതാണ് എൻ്റെ പ്രാധാന്യം. ഇപ്പം നിരൂപകൻ, പത്രപ്രവർത്തകൻ, വേറെ നിലയിൽ അധ്യാപകൻ. ഇപ്പോൾ അധ്യാപനത്തെക്കുറിച്ച് PK എഴുതിയ, അപ്പോൾ നരേന്ദ്ര പ്രസാദ് സാറിനെ കുറിച്ച് എഴുതി കണ്ടിരുന്നു. ആ വായനയുടെ ദിശ മാറ്റുന്നതിൽ ഒരു അധ്യാപകനുള്ള പങ്ക് എന്ന്. അപ്പം അധ്യാപകൻ, വിദ്യാർത്ഥി, ഇതിനിടയിലുള്ള വിനിമയങ്ങൾ വളരെ മികച്ച രീതിയിലാവുമ്പോഴാണ് കുട്ടികൾ സാഹിത്യത്തെയൊക്കെ ആ നിലയിൽ അനുഭവിക്കുക. പുതിയ കാലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതും പഴയ കാലത്തെ കുട്ടികളെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഈ പഴയത് പുതിയത് എന്നതിനകത്തുള്ള വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്? ഒരു ക്ലാസ് മുറിക്കകത്ത് എങ്ങനെയാണ് ആ അനുഭവം? പഴയകാലത്ത് കൂടുതൽ മെച്ചപ്പെട്ട അധ്യാപകരുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം അധ്യാപകരാൽ പഠിപ്പിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ നരേന്ദ്രപ്രസാദും വിഷ്ണുനാരായണ നമ്പൂരിയും പന്മൻ രാമേന്ദ്രൻ നായരും VP ശിവകുമാറും D വിനേന്ദ്രനും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രൊഫസർമാർ. എന്നാൽ പുതിയ കാലത്ത് മറ്റ് രംഗങ്ങളിലെല്ലാം ഉണ്ടായതുപോലുള്ള ശോഷണം അധ്യാപന രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ശോഷണം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ അധ്യാപന നിയമനം കൈക്കൂലി വാങ്ങി നടത്തുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ടാണ്. അതുകൊണ്ട് അയോഗ്യർ അകത്തേക്ക് വരികയും യോഗ്യന്മാർ പുറത്തേക്ക് പോവുകയും പുറത്തേക്ക് പോകുന്ന ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സിസ്റ്റം. അത് മാറി വന്ന ഒരു സർക്കാരും ഇതിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചില്ല. നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ഉണ്ടാകണം, സർക്കാർ തീരുമാനിക്കുന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് ആദ്യത്തെ മന്ത്രിസഭ, EMS മന്ത്രിസഭ വീണുപോയതുപോലും വിമോചന സമരം ഉണ്ടായത്. അതിനുശേഷം വന്ന മാർക്സിസ്റ്റ് ഗവൺമെൻറ്റുകൾ പോലും അധ്യാപന നിയമനം സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ കൈക്കൂലി പ്രയത്നം വിട്ടുകൊടുക്കുകയാണ് കേരളത്തിൽ ഉണ്ടായത്. അതൊരു വശം. സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ക്വാളിറ്റി ഇല്ലായ്മ, അക്ഷരാഭ്യാസമില്ലാത്ത കുട്ടികളാണ്, ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ വളർന്നു വരുന്നു. ഇത് വലിയ അപകടകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ് അധ്യാപകർ പഠിപ്പിക്കുന്നത്. ഇവർ അധ്യാപകരായി തീരുമ്പോൾ അവർക്കും അറിഞ്ഞുകൂടില്ല എല്ലാ അക്ഷരവും കാര്യമൊന്നും.
അപ്പോൾ നമ്മുടെ സമൂഹം അതിവേഗം ഭാഷാപരമായ ഒരു ദുരന്തത്തിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ മുഖ് പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണ്. അത് അവരെ വ്യക്തിപരമായി അവരുടെ കുറ്റമല്ല. ഈ സമ്പ്രദായം സിസ്റ്റം തകരുന്നു എന്ന് പറയില്ലേ, ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തേക്ക് ഇപ്പോൾ കാലത്ത് പറഞ്ഞു വയ്ക്കുന്നൊരു വാക്കാണ്. അങ്ങനെ സാംസ്കാരികമായി തകർച്ചയിലേക്ക് നീങ്ങുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ നിരുത്തരവാദിത്വവും ഈ സ്വകാര്യ മുതലാളിത്തത്തിൻ്റെ അമിതമായ സാഹിത്യം പഠിപ്പിക്കുന്ന അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞില്ല. സാഹിത്യം പഠിപ്പിക്കുന്ന അധ്യാപനത്തിലും ഇത് സംഭവിക്കുന്നു. കാരണം ഒരു കൃതിയുടെ ആഴത്തിലേക്ക് കടന്നതിനെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും അതുവഴി കുട്ടികളെ പ്രേരണകൾക്ക് ചെലുത്തുന്നതിനും പകരം ഗിമിക്കറിക്കാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തെ പഠന രീതികൾ എന്ന പേരിൽ അസംബന്ധങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ, അങ്ങനെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് MT വാസുദേവൻ നായരുടെ മഞ്ഞിനോട് ഒരു ജനപ്രിയ പൈങ്കിളി കൃതിയെ താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ നിരുപദ്രവകരമാണെന്ന് നമുക്ക് തോന്നും, നിരുപദിഷ്ടമൊന്നും അല്ല അത്. പക്ഷേ അതിലൂടെ എന്ത് താരതമ്യത്തിലാണ് കുട്ടികൾക്ക് എത്തിച്ചേരുന്നത്? മഞ്ഞ് മികച്ച കൃതിയാണ്, ഇത് മികച്ച കൃതിയല്ല എന്ന് പറയലാണോ താരതമ്യം? അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പം. കഴിവുണ്ടായിട്ടും അധ്യാപകനാകാതെ പോയ ആരുടെയൊക്കെ ഇതുകൊണ്ട് പുറത്താക്കപ്പെട്ട ഒരാളാണ് PK. പക്ഷെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു PK ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ എഴുത്ത് ഉണ്ടാകുമായിരുന്നെന്നോ, പത്രപ്രവർത്തനത്തിൽ പോയതുകൊണ്ട് കുറഞ്ഞു പോയി എന്നോ, അതായത് കുട്ടികൾക്കുണ്ടായ ഒരു നഷ്ടമുണ്ട് PK യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനകത്തേക്കായിരുന്നെങ്കിൽ, ഞാൻ അധ്യാപന ജീവിതമായിരുന്നു മുഴുവൻ സമയം തിരഞ്ഞെടുത്തതെങ്കിൽ മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ടുണ്ട് എപ്പോഴും. പത്രപ്രവർത്തനം കൊണ്ട് ഒരു ക്ഷീണവും ഉണ്ടാകാത്ത ആളാണ്. എൻ്റെ പത്രപ്രവർത്തനം സജീവമായി ചെയ്ത കാലത്ത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ മികച്ച സാഹിത്യവും എഴുതിയത്. അതുകൊണ്ട് പത്രപ്രവർത്തനവും സാഹിത്യവും തമ്മിൽ ഞാൻ ഒരിക്കലും കൂട്ടിക്കുഴച്ചിട്ടേ ഇല്ല. പത്രപ്രവർത്തന ഓഫീസിൽ നിന്ന് പറയുമ്പോൾ ഞാൻ എഴുത്തിലേക്ക് പ്രവേശിക്കും മറ്റൊരാളുമായിട്ട് ഒരു ഡ്വൽ ലൈഫ് ഞാനിന്ന് നയിച്ചിരുന്നു. ഒരു പക്ഷേ അധ്യാപകനായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ഗവേഷണാത്മകവുമായ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ഒരു പ്രിയപ്പെട്ട മേഖല ആയതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് വിശേഷിച്ച നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി വേറെ ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ നഷ്ടമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു കുട്ടി വായിച്ച് തുടങ്ങേണ്ട, ഒരു കുട്ടികളിൽ നിന്ന് തുടങ്ങി ഒരു മുതിർന്ന ആളുകളിലേക്ക് നമ്മൾ അത്രയും നോവലുകളും കഥകളും കവിതകളും ഒക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു 10 പുസ്തകം നമ്മൾ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് വായിച്ച് തുടങ്ങട്ടെ എന്നൊരാൾ പറഞ്ഞ് സമീപിച്ചാൽ PK തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു 20 വയസ്സിന് മുകളിലുള്ള ആളാണ് വായിക്കാൻ തുടങ്ങുന്നതെങ്കിലാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം മുൻപുള്ള കുട്ടികളെക്കുറിച്ചല്ല. 20 വയസ്സിൽ ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ 1-2 പുസ്തകങ്ങളെ സജസ്റ്റ് ചെയ്യും മലയാളത്തിൽ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ബഷീറിനെ വായിക്കണം. ബഷീറിനെ വായിക്കുക എന്നാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ CV രാമയുടെ മാർത്താണ്ഡവർമ്മ വായിക്കണം. ചിലപ്പോൾ ഇന്ദുലേഖയൊന്നും കുട്ടികൾക്ക് രസിച്ചില്ല എന്നൊരു മാർത്താണ്ഡവർമ്മ കുറേ കൂടി രസനീയമായ വായനയിലൂടെ സാഹിത്യത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ ഇത് പിന്നെ മലയാളത്തിലെ ചില ഒന്നാന്തരം ചെറുകഥകൾ, മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ കാരൂരിൻ്റെ കഥകൾ, അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. സക്കറിയയുടെ ചില കഥകൾ, NS മാധവൻ്റെ കഥകൾ, ഇത് വായിക്കണം. ഇത് വായിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇതിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾ സാഹിത്യം, പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് ഇംഗ്ലീഷല്ല നിങ്ങൾ വായിക്കുന്നത്, വിവർത്തനമാണെങ്കിൽ തന്നെയും വായിക്കേണ്ട ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. ഞാൻ കുട്ടികൾക്ക് മുതിർന്നവർക്ക് പോലും സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകം ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ ബാലസാഹിത്യ കൃതിയാണ്. അതതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വായിച്ചാൽ ഇമാജിനേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് വായനയെക്കുറിച്ച് തന്നെ വേറൊരു ലോകത്തെ നമ്മളെ എത്തിക്കാൻ അതിന് കഴിയും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജോർജ് ഓർവെലിനെ വായിക്കൂ, ഹെമിംഗ്വേ വായിക്കൂ, ഓൾമാൻ ആൻഡ് സീ, അതാണ് ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ. അങ്ങനെ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഗാർസിയ മാർക്കേസിനെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. നിങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം വലിയ അത്ഭുതങ്ങളിലേക്ക് പ്രവേശിക്കാം. അവസാനമായി ഇനി എന്താണ് PKയുടെ തയ്യാറെടുപ്പ്? ഏതിലേക്കുള്ളതാണ് ആ നോട്ടം? ഇനിയിപ്പം മരിക്കാനാണ് തയ്യാറെടുക്കേണ്ടത്. ശരിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോവലിൻ്റെ ചരിത്രം എഴുതുക. എൻ്റെ ഈ പുതിയ പുസ്തകം സാഹിത്യത്തിൻ്റെ രഹസ്യ ജീവിതം വരുന്നു. തീർക്കേണ്ട കുറച്ച് കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. കുറച്ച് എൻ്റെ പ്രശസ്തമായൊരു പുസ്തകം അന്ധനായ ദൈവം, അതിൻ്റെ 2ാം ഭാഗം എന്ന് പറയാവുന്ന പുസ്തകം ഇപ്പോൾ പുറത്ത് അടുത്ത വർഷം പബ്ലിഷ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. മറ്റാനന്ദങ്ങൾ കൂടി പങ്കുവെച്ച്, അതായത് വായനയില്ലാത്ത മറ്റാനന്ദങ്ങൾ കൂടി പങ്കുവെച്ചത് അവസാനിപ്പിക്കാം. മറ്റാനന്ദം ഇത്രയേ ഉള്ളൂ: യാത്ര ചെയ്യുക, ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുക, ബാക്കി സമയം മുഴുവൻ പുസ്തകം വായിക്കുക. ഇത് മാത്രമാണ്. അപ്പോൾ നമുക്ക് പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ ഇനിയും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആ സന്ദർഭത്തിനായി കാത്തിരിക്കും.